ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊരു 18 വയസ്സിന് താഴെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. മാത്രമല്ല, നിങ്ങളുടെ ഫാദേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാദേഴ്സിന് നിങ്ങൾക്ക് കുറച്ച് ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് എലിജിബിൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്. കാരണം നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല, UPIയുടെ ആവശ്യം വരുന്നില്ല. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കടയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് പേടിഎമ്മിൽ വന്ന പുതിയൊരു പുതിയ ഫീച്ചറിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മുകളിൽ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മുകളിൽ കാണുന്നില്ല എങ്കിൽ ഈ പ്രൊഫൈൽ ബട്ടൺ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പോക്കറ്റ് മണി എന്ന് പറയുന്ന ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പുതുതായിട്ട് വന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ആ ഫീച്ചർ എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇത് ഈ ഒരു പേജിലോട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് പോക്കറ്റ് മണി ഫോർ, ആർക്കാണ് നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ചൈൽഡ് ആണെങ്കിൽ ചൈൽഡിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ആ ഒരു ചൈൽഡിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങളുടെ കോൺടാക്റ്റിൽ നിങ്ങൾ എടുക്കുക, ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്പർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്പർ എടുത്തു. അപ്പോൾ ഇതുപോലെ എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, പ്ലീസ് ആസ്ക് പേര് കാണാൻ പറ്റും, ടു ഡൗൺലോഡ് പേടിഎം ആപ്പ് ആൻഡ് പ്രൊവൈഡ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്ത് നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് UPI QR കോഡ് ഉണ്ട്, UPI ID ഉണ്ട്. ഇങ്ങനെ 3-4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ബെറ്റർ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള UPI QR കോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് നിങ്ങളുടെ ചൈൽഡിൻ്റെ മൊബൈലിലാണ്. ചൈൽഡിൻ്റെ മൊബൈൽ നിങ്ങൾ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഷോ QR കോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും സൈഡിലായിട്ട്. അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ QR കോഡ് കിട്ടും. ദെൻ നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നേരത്തെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്കാൻ ചെയ്യാനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചൈൽഡിൻ്റെ മൊബൈലിൽ ആ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചൈൽഡിൻ്റെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആധാർ കാർഡ് എന്ന സെക്ഷൻ സെലക്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഡോക്യുമെൻറ്റ് ടൈപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആധാർ കാർഡ് തന്നെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആധാർ കാർഡ് തന്നെ സെലക്ട് ചെയ്യുക. ദെൻ ആധാർ കാർഡിൻ്റെ നമ്പർ, അതായത് ആ ചൈൽഡിൻ്റെ നമ്പറാണ് കേട്ടോ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ചൈൽഡിൻ്റെ ആധാർ കാർഡ് നമ്പറാണ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൺഫേം ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വേഗത്ത് പറഞ്ഞു പോകുന്നത് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. ആ ഒരു ചൈൽഡ് നമുക്ക് എത്രയാണോ നമുക്ക് മാസത്തിൽ നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. 15,000 രൂപ വരെ ഇതിലും മാക്സിമം ലിമിറ്റ് ഉണ്ട്. 100 രൂപ മുതൽക്ക് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു 500 രൂപയ്ക്ക് ആണെങ്കിൽ 500 രൂപ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർക്ക് തന്നെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കുമല്ലോ, പ്രോഡക്റ്റുകളൊക്കെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ മന്ത്ലി ആ ലിമിറ്റ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാങ്കിൽ നിന്നാണ് ആ ഒരു പണം പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബാങ്കാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പം ഇതിൽ നിന്ന് ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന പ്രൊസീഡ് ടു എൻ്റർ UPI പിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ UPI പിൻ നമ്പർ ഇതിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ചൈൽഡിൻ്റെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടായിരിക്കും. ആ ഒരു നോട്ടിഫിക്കേഷനാണ് അവൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ ആ ചൈൽഡിൻ്റെ മൊബൈലിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് വന്നത് കാണാൻ പറ്റും പേടിഎമ്മിൽ. ഓക്കെ, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ചൈൽഡിന് ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുള്ളത്. അപ്പോൾ 5,000 രൂപ അവർ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ആ ഒരു ക്യാഷ് ഇങ്ങനെ വിഡ്രോ ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
ഓക്കെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണിക്കുന്നത്. എഗെയിൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 5000 രൂപയുടെ മന്ത്ലി ലിമിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഫാദർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ചൈൽഡിൻ്റെ ആധാർ കാർഡ് നമ്പറൊക്കെ കാണാൻ പറ്റും. അവിടെ ആക്സെപ്റ്റ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് റിസീവിങ് പോക്കറ്റ് മണി ഫ്രം 5000 രൂപ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. എത്ര രൂപ നിങ്ങൾക്ക് യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ സ്പെൻഡിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷനിലോട്ട് വരിക. ദെൻ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എത്ര എമൗണ്ട് ചെയ്ത് കൊടുക്കുക. 10 രൂപയാണെങ്കിൽ 10 രൂപ എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫാദറിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ആ ഒരു ക്യാഷ് പോകുന്നത്. 5000 രൂപ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ അതിൽ നിന്നൊരു സ്ലൈഡ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ UPI പിൻ നമ്പറും കൂടി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സെറ്റപ്പ് ചെയ്ത സമയത്ത് ഫാദർ ആ ഒരു UPI പിൻ നമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്ലൈഡ് ചെയ്തതോട് കൂടി ഇതുപോലെ നമുക്ക് ആ ഒരു എമൗണ്ട് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ സ്പെൻഡ് ഔട്ട് 5000 നമുക്കിപ്പോൾ റിമൈനിങ് ഉള്ളത് 4090 രൂപ മാത്രമാണ്. ഇപ്പോൾ 4990 രൂപ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതുപോലെ UPI പിന്നൊന്നും എൻ്റർ ചെയ്യാതെ, ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലാതെ, UPI ഒന്നും ഇല്ലാതെ, UPI ID ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.